ഇല്ല. ഇതും കൂട്ടി അദ്ദേഹം എങ്ങനെയാ ഊണ് കഴിക്കുന്നത്? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നല്ലൊരു ഊണ് തയ്യാറാക്കാമായിരുന്നു. അയ്യോ, ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞു മോളെ. നമ്മൾ കഴിക്കുന്ന പങ്ക് മതി എന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ പറയാനാ. എന്നാലും അദ്ദേഹം ഒരു ഓഫീസറല്ലേ, നമുക്കാ നാണക്കേട്. ആ സോഡാപ്പൊടിയുടെ കടയിൽ ഊണ് കഴിച്ചിട്ട് അദ്ദേഹത്തിന് പിടിക്കുന്നില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇത്തിരി ആഹാരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ അയ്യാന്ന് പറയാൻ നിൽക്കും. എന്നാ അച്ഛൻ താമസിക്കണ്ട, വേഗം പിടിച്ചു. എന്താ മോളെ? ഇതിന് കാശുവല്ലം തന്നാ മേടിക്കരുത് കേട്ടോ. അത് പിന്നെ നീ പ്രത്യേകം പറയാനടി. ആ മോളെ, ഇതുവരെ ഉണ്ടായിരുന്ന ഓഫീസർമാരെ പാടിയല്ല ഇപ്പോഴത്തെ സാറ്. നല്ല വിനയം. ഏതോ കൊള്ളാവുന്ന തലവാട് പറഞ്ഞ ആളാണെന്നാ തോന്നുന്നത്. അമ്മാവ, എന്റെ അമ്മയുടെ കൈകൊണ്ട് വെച്ച് വിളമ്പിത്തരുന്ന ആഹാരം പോലെ ഉണ്ടായിരുന്നു. ഭാര്യയോട് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. കുഞ്ഞെ, എന്റെ ഭാര്യ എന്നെയും ഒറ്റ മകളെയും വിട്ടു പിരിഞ്ഞു പോയിട്ട് 6 വർഷമായി. അപ്പോ അമ്മാവിന്റെ മകളാണോ ഇതൊക്കെ വെച്ചത്? അതെ, അവളെ കോളേജിൽ പോകാനുള്ള തിരക്കിനിടയിലായി ഇതൊക്കെ ചെയ്തത്. വേണ്ട പോലെയൊക്കെ ഒത്തിട്ടുണ്ടോന്ന് അറിയില്ല. മകൾ കോളേജിൽ പഠിക്കുന്നു? അതെ, BSc. ഇത് അവസാനത്തെ കൊല്ലോ. പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അവളുടെ അമ്മ മരിച്ചത്. പിന്നെ ഒരു 3-4 വർഷം വെറുതെ ഇരുന്നു സാർ. ഞാൻ കരുതി ഇത്രയും പഠിപ്പിച്ച ചിന്ത വെറുതെ എത്തുന്നു. അതുകൊണ്ടാ സാറെ ഞാൻ കഷ്ടപ്പെട്ട് വീണ്ടും പഠിപ്പിക്കുന്നു. ഇക്കാലത്ത് പഠിപ്പ് കൊണ്ട് ഞാനിതിന് പണം വാങ്ങില്ല. എന്നാൽ എനിക്ക് ചോറും വേണ്ട. കുഞ്ഞിന് മറ്റൊന്നും തോന്നരുത്. ഞാനില്ലായ്മക്കാരനാണ്. എങ്കിലും പണം വാങ്ങിച്ചുകൊണ്ട് കുഞ്ഞിന് ചോറ് തരാൻ എനിക്ക് മനപ്രയാസമുണ്ട്. ഒന്ന് വേട്ടെ. താഴെ ഇട്ടു. എരപ്പാളി, നിനക്ക് ആളും തരം തിരിച്ചറിഞ്ഞൂടെ? ഗീതയ്ക്ക് കടത്ത് സൗജന്യമാണ്, കാശ് തിരിച്ചു കൊടുക്ക്. എനിക്ക് ആരുടെയും സൗജന്യമൊന്നും വേണ്ട. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇവൾ എത്ര മുട്ടിയിട്ടും അടുക്കുന്നില്ലോടാ. അങ്ങനെ മുട്ടിയാലൊന്നും അടുക്കുന്ന കൂട്ടത്തിലല്ല കുഞ്ഞെ അവള്. എടാ തൊമ്മി, ഞാനൊന്ന് നോക്കട്ടെ. എന്ത് വേണം? അങ്ങനെ മൈൻഡ് ചെയ്യാതെ പോയാൽ എങ്ങനെ? മാറി നിൽക്ക്. പിണങ്ങാതെ. എനിക്ക് ഗീതയെ വളരെ ഇഷ്ടമാണ്. നമുക്കൊന്ന് കൂടിയിട്ട് പോവാം. തെമ്മാടി. അയ്യോ, എന്നെ വിട്. തെമ്മാടി, എന്നെ വിട്. അയ്യോ. പൊന്ന് സാറേ, ഈ പഹേനെ പേടിച്ച് ഈ നാട്ടിൽ ഒരൊറ്റ പെമ്പിള്ളേര് പുറത്ത് ഇറങ്ങൂലായിരുന്നു. വേണ്ട, നമ്മുടെ ആള് വരെ പുറത്ത് ഇറങ്ങൂലായിരുന്നു. കുഴപ്പമൊന്നും പറ്റില്ലല്ലോ. അങ്ങ് വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. മോളെ, നമ്മുടെ പഞ്ചായത്ത് ഓഫീസർക്ക് അടിയും തടയും അറിയാൻ പാടുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഉഴിച്ചിലറിയാം. സാറാണോ പഞ്ചായത്ത് ഓഫീസർ? അതെ. അപ്പൊ നിങ്ങൾ തമ്മിൽ അറിയൂലേ? ഇല്ല സാറേ, ഇത് നമ്മുടെ രാമൻ നായരുടെ മോളാണ് ഗീത. ഗീതയോ? ഗീത കൊടുത്തയക്കുന്ന ചോറ് ഞാൻ ദിവസം ഉണ്ണാറുണ്ട്. പക്ഷെ ഇതുവരെ പരിചയപ്പെടാൻ സാധിച്ചില്ല. അതിനെന്ത് ഇപ്പൊ കണ്ടില്ലേ?
ഞാൻ വരട്ടെ. ഒറ്റയ്ക്ക് പോകാൻ ഭയമില്ലല്ലോ? അതോ ഇങ്ങനത്തെ പേടിക്കണം, ആ പായം പോയ വഴിയിൽ പുല്ല് വളക്കൂല. പാടി പാടി